കവി ശരിക്കും ഇത്രയും വലിയ സംഭവമാകും എന്നുള്ളത് എപ്പോഴാണ് ശരിക്കും ഇത് ട്വിസ്റ്റ് സംഭവിക്കുന്നത്? എപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത് വലിയൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഇത് തുടങ്ങിയത്. വിജുവേട്ടന് ഭയങ്കര താല്പര്യം, നാടകം എന്നല്ല പണ്ടേ നാടകത്തിലെല്ലാം ഇതാണ് താല്പര്യം. അപ്പോൾ ടിക്ടോക്കുള്ള സമയത്ത് അങ്ങനെ വീഡിയോ തുടങ്ങിയതാണ്. ബസ്സിൽ പോകുന്ന സമയത്തെല്ലാം അങ്ങനെ വീഡിയോ എടുക്കും ഇടും. പിന്നെ ടിക്ടോക്ക് പോയി, പിന്നെ ഇങ്ങനെ യൂട്യൂബിലേക്ക് വന്നു, പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തു. ആദ്യമൊന്നും ഇങ്ങനെ റീച്ചൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പറയും, വിജുവേട്ടനോട് ഞാൻ പറയും, എന്നാന്ന് വിജുവേട്ടൻ ഒന്നും റീച്ചൊന്നും ഇല്ലല്ലോ, എന്തിനാന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. വിജുവേട്ടന് ഉറക്കം കഴിഞ്ഞിട്ട് കഥയെല്ലാം എഴുതും. രാത്രി ഇരുന്ന് എഴുതും ഉറക്കം കഴിഞ്ഞിട്ട്. നമ്മള് ചോദിക്കും, എന്തിനാ വിജുവേട്ടാ ഇങ്ങനെ ഉറക്കം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വിജുവേട്ടൻ പറയൂ, ഇന്നില്ലെങ്കിൽ നാളെ ഒരു ദിവസം എല്ലാവരും കാണും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെ, എല്ലാരും ഒരു സപ്പോർട്ടാണ് നമ്മൾ ഇവിടെ എത്തിക്കുന്നത്. പക്ഷെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്കത് അറിഞ്ഞുകൂടാ, നമ്മളും അറിയില്ല. ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും? ഇല്ല. നമ്മള് സാധാരണ നമ്മളെ ഡെയിലി നമ്മളെ വീട്ടിലെ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, ഇടുന്നു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ കൂടി ഇരുന്ന് വർത്താനം പറയുമ്പോൾ നിങ്ങൾ പരസ്പരം ചോദിക്കില്ല, അല്ല എന്തായിരിക്കും ശരിക്കും ഇത്രയും പേര് കാണുന്നത് എന്ന് ചോദിക്കില്ല? അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്കും കിട്ടിയില്ല. നിങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്ക് എങ്ങനെ കിട്ടുക? നമുക്കും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ സ്ലാങ് ഉണ്ടല്ലോ, കണ്ണൂർ സ്ലാങ്, അതിന്റെ ഒരു നിഷ്കളങ്കത, അതൊക്കെ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് വന്നിട്ടാണെങ്കിലും ഭാഷയൊക്കെ പഠിച്ചെടുത്തു. ഭാഷ പഠിച്ചു. അപ്പോൾ ആദ്യമെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടേനു, കന്നഡ മലയാളം അങ്ങനെയെല്ലാം മിക്സ് ആയിട്ട്. പിന്നെ അങ്ങനെ പഠിച്ചു. ഇപ്പൊ ഫുള്ള് മലയാളമായി. പക്ഷെ എനിക്ക് കന്നഡ അങ്ങ് മറന്നുപോയി. കന്നഡ സംസാരിക്കുമ്പോ മലയാളാന്ന് കയറി വരും. അപ്പൊ നാട്ടിൽ പോകുമ്പോ നാട്ടില് വീട്ടിലെല്ലാം മലയാളാന്ന്. അച്ഛൻ തലശ്ശേരിക്കാരനാണ്. അപ്പോൾ കർണാടക പോയിട്ട് അങ്ങനെ അമ്മേനെ കഴിച്ചിട്ട് അവിടെ അങ്ങനെ സെറ്റിൽ ആയതാണ്. അപ്പോൾ വീട്ടിലിങ്ങനെ മലയാളം സംസാരിക്കാം, എന്നാലും കന്നഡ അങ്ങനെയെല്ലാം മിക്സ് ആയിട്ടുള്ള മലയാളമാണ്. കന്നഡ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അമ്മ ശരിക്കേ മോന് അമ്മയെ കുറിച്ച് പറയുമ്പോ 100 നാക്കാണ്, ഭയങ്കര സ്നേഹമാണ്. ശരിയാണ്, എനക്കും അങ്ങനെയാണ്, മോനും അങ്ങനെയാണ്. അത് നമുക്ക് അപ്പുറം ഇപ്പുറം അങ്ങനെ ഉണ്ടാവുമല്ലോ.